ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗാധരനും ലളിതയും കിളിക്കൂടിന്റെ അവകാശികളാണെന്നും കിളിക്കൂടിന്മേൽ അവകാശമുണ്ടെന്നും കോടതിയിൽ കേസ് നടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഭാസ്കരനെയും മക്കളെയും നിധിയെയും എല്ലാം കിളിക്കൂട്ടിൽ നിന്ന് ഇറക്കിവിട്ട് പോലീസിന്റെ സഹായത്തോടുകൂടി വീട് സീൽ ചെയ്യിക്കുകയാണ്. തുടർന്ന് കിളിക്കൂട്ടിലുള്ള എല്ലാവരും ഹോട്ടലിലേക്ക് താമസം മാറുന്നു. വീട് തിരിച്ചു പിടിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് നിധിയും സുധീഷും. മുത്തശ്ശൻ ആ വീട് ഭാസ്കരൻ എഴുതി കൊടുത്തതാണെന്ന് ഭാസ്കരൻ പറയുന്നുവെങ്കിലും അത് തെളിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിൽപത്രം ഭാസ്കരന്റെ കയ്യിലില്ല. ഗംഗാധരനിൽ നിന്നും അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടെന്നും ആ വിൽപത്രം ഭാസ്കരന്റെ കയ്യിലായിരുന്നുവെന്നും നിധിയും സുധീഷും മനസ്സിലാക്കുന്നു. അത് എവിടെ വെച്ചതെന്ന് ഭാസ്കരൻ ഓർമ്മയില്ല. അത് കിളിക്കൂട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് നിധിയും സുധീഷും സംശയിക്കുന്നു. ആരോടും പറയാതെ രാത്രി നിധിയും സുധീഷും കാറിൽ കിളിക്കൂടിന്റെ പുറത്തേക്ക് വരികയാണ്. ക്ഷീണത്തോടു കൂടിയിരിക്കുന്ന നിധിയെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങി പോവുകയാണ് സുധീഷ്. നിധി മനസ്സിൽ പറയുന്നു, സുധീഷ് ഇത് എങ്ങോട്ടാ പോയത്? തുടർന്ന് ചായയും സ്നാക്സും വാങ്ങി സുധീഷ് നിധിയുടെ അരികിലേക്ക് വരികയാണ്. എന്താ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എത്ര നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുക? ചായയൊക്കെ കുടിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയാലോ? അങ്ങനെ സുധീഷ് നിധിക്ക് ചായ എടുത്തു കൊടുക്കുകയാണ്. നിധി ബജി കഴിക്കുന്നോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. സുധീഷ് ചായ മുക്കി ബജി കഴിക്കുന്നത് കണ്ട് നിധി ചോദിക്കാണ്, സുധീഷ് ഇത് എന്ത് കോമ്പിനേഷനാ? അപ്പൊ സുധീഷ് പറയുകയാണ്, നല്ല കോമ്പിനേഷനാ നിധി, കഴിച്ചു നോക്ക്. അപ്പൊ നിധി പറയണ, പ്ലീസ്, കണ്ടപ്പോ തന്നെ ഒരുമാതിരി ഉണ്ട്. സുധീഷ് പറയണ, എനിക്കിഷ്ടോ, നിധിക്ക് ഇഷ്ടമല്ലെന്ന് കരുതി ഞാൻ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ സുധീഷ് ചായയും ബജിയും കഴിക്കുമ്പോൾ നിധി ചോദിക്കണ്ട, ഹലോ, നമ്മൾ ഇവിടെ എന്താ കഴിക്കാൻ വേണ്ടി വന്നതാണോ? അപ്പൊ സുധീഷ് പറയണ, നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതല്ല, പക്ഷെ എത്ര നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുക? അപ്പൊ നിധി പറയുന്നു, ദേ നോക്ക് സുധീഷ്, എങ്ങനെയെങ്കിലും ആ വിൽപത്രം നമുക്ക് കിട്ടിയാലേ നമ്മുടെ വീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനെന്താ വഴിയെന്ന് ആലോചിക്കുക. അപ്പൊ സുധീഷ് പറയണ, മനസ്സിലാവുന്നുണ്ട് നിധി. അപ്പൊ നിധി പറയുകയാണ്, ആ വിൽപത്രം നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെ കയ്യിലും ഇല്ല, ഒന്നേ നഷ്ടപ്പെട്ടു പോയിരിക്കണം. സുധീഷ് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ? അപ്പൊ നിധി പറയുകയാണ്, അത് നമ്മുടെ വീടിനകത്ത് തന്നെ കാണും. ചായയും സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ നിധി പറയുന്നത്? ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, സുധീഷ് കഴിച്ചത് മതി, ഞാൻ പറയുന്നത് കേൾക്ക്. സുധീഷ് പറയണ, ശരി ശരി നിധി പറ. അപ്പൊ നിധി പറയണ, ആ വിൽപത്രം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് വീടിനുള്ളിലുണ്ടെങ്കിൽ നമുക്ക് വീട് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇത് കേട്ട് സുധീഷ് പറയണ, നിധി പറഞ്ഞത് ശരിയാ, വിൽപത്രം വീടിനകത്ത് കാണുമെന്നാണോ നിധി പറയുന്നത്? അപ്പൊ നിധി പറയണ, അറിയില്ല, ഒരുപക്ഷെ ഉണ്ടെങ്കിലോ? ഇത് കേട്ട് സുധീഷ് പറയണ, അത് ശരിയാ. അങ്ങനെ സുധീഷ് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എന്തായി ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയണ, നമുക്ക് കാർ വീടിന്റെ മുന്നിലേക്ക് നിർത്തി അകത്ത് കയറി പരിശോധിക്കാം. ഇത് കേട്ട് നിധി പറയണ, സുധീഷ് മണ്ടത്തരം പറയല്ലേ, കാർ വീടിന്റെ മുന്നിൽ നിർത്തി വെളിച്ചം കണ്ടാ പിന്നെ അത് വലിയ പ്രശ്നമാകും. വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നടന്നു പോകാം. അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങി നിധിയും സുധീഷും ചുറ്റും നോക്കി കിളിക്കൂടിന്റെ ഗേറ്റിന്റെ അരികിലേക്ക് വരികയാണ്. നിധി ചോദിക്കുന്നു, സുധീഷ് ഗേറ്റ് പൂട്ടിയിരിക്കുകയാണല്ലോ. താഴിൽ പിടിച്ചു നോക്കി സുധീഷ് പറയണ, അതേ നിധി, പൂട്ടിയിരിക്കുക, അകത്ത് സീല് വെച്ചിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഗേറ്റ് പൂട്ടിയത്? നിധി ചോദിക്കുന്നു, നമ്മളിപ്പോ എന്താ ചെയ്യുക? സുധീഷ് പറയുന്നു, എന്ത് ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നിധി ചോദിക്കാണ്, സുധീഷ് നമുക്ക് ഈ പൂട്ട് പൊളിച്ചാലോ? അപ്പൊ സുധീഷ് പറയണ, നിധിയല്ലേ പറഞ്ഞത് സീല് വെച്ച് വീടിന്റെ പൂട്ട് പൊളിക്കാൻ പാടില്ലെന്ന്, പോലീസ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന്. ഇപ്പൊ നിധി തന്നെയാണല്ലോ പറയുന്നത് പൂട്ട് പൊളിക്കാന്ന്. അപ്പൊ നിധി പറയണ, സീല് വീടിനല്ലേ വെച്ചിരിക്കുന്നത്, ഗേറ്റിനല്ലല്ലോ. അപ്പൊ സുധീഷ് ചോദിക്കണ, ഈ ഗേറ്റ് എന്തിനാ? അകത്തുള്ള വീടിനെ സംരക്ഷിക്കാൻ. അപ്പം ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചാൽ പ്രശ്നമാകില്ലേ? എന്താ നിധി ഈ പറയുന്നതൊക്കെ? വലിയ പഠിത്തമൊക്കെ പഠിച്ച് ഗോൾഡ് മെഡലൊക്കെ മേടിച്ച ആളാ. അപ്പൊ നിധി ചോദിക്കണം, പിന്നെ എങ്ങനെയാ നമ്മൾ അകത്തേക്ക് കയറുക? ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു, നിധി സ്കൂളില് ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ നിധി പറയണ, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, PT പീരീഡ് പോലും ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, കഷ്ടം, പൂട്ട് പൊളിക്കാതെ അകത്തേക്ക് പോകാനുള്ള ഒരേ ഒരു വഴി ഗേറ്റ് ചാടുക എന്നുള്ളതാ. ഞാൻ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാ, ഞാൻ ഗേറ്റൊക്കെ ചാടും. നിധി ചാടുവോ? അപ്പൊ നിധി പറയണ, ഗേറ്റ് ചാടുന്നതിന് സ്പോർട്സിൽ പങ്കെടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയാണോ? എങ്കിൽ നിധി ആദ്യം ചാട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ സുധീഷ് നിധിയെ എടുത്തു പോക്കാനായി വരുമ്പോൾ പിന്നോട്ടേക്ക് മാറി നിധി ചോദിക്കുന്നു, സുധീഷ് എന്തേ ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിയെ ഹെൽപ്പ് ചെയ്യാനായി കാലിൽ പിടിച്ച് പൊക്കാന്ന് വിചാരിച്ചു, തനിയെ ചാടി താഴെ വീണാൽ എന്ത് ചെയ്യും? അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഗേറ്റ് ചാടിക്കോളാം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ചാടിക്കോ. നിധി ചുറ്റും നോക്കി ഗേറ്റ് ചാടാനായി ശ്രമിക്കുമ്പോൾ സുധീഷ് ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഒന്നുമില്ല, നിധി ചാടിക്കോ. ഗേറ്റിന്റെ അടുത്തുള്ള കറണ്ടിന്റെ പോസ്റ്റിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് നിധി. ഇത് കണ്ട് ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, നിധി എന്തേ ചെയ്യുന്നത്? അത് കറണ്ടിന്റെ പോസ്റ്റാ, ഷോക്ക് അടിക്കും, ഇങ്ങോട്ട് വാ. വിഷമത്തോടുകൂടി നിധി പറയുകയാണ്, എങ്ങനെ ഗേറ്റ് ചാടി കയറുമെന്ന് അറിയില്ല. അപ്പൊ സുധീഷ് പറയണ, അതുകൊണ്ടല്ല ഞാൻ സഹായിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നിധി പറയുന്നു, ശരി, കാലിൽ മാത്രമേ പിടിക്കാവൂ. സുധീഷ് പറയുന്നു, നോക്ക് നിധി, അത് നിധിയുടെ കാലല്ല, ഒരു സാധാരണ കട്ടയാ, അങ്ങനെ വിചാരിച്ച ഞാൻ കാലിൽ പിടിച്ചോളാം. നിധി ചോദിക്കുന്നു, സാധാരണ കട്ടയോ? അപ്പൊ സുധീഷ് പറയണ, അല്ല, സ്വർണ്ണ കട്ട, അങ്ങനെ വിചാരിച്ച ഞാൻ പിടിച്ചോളാം. ഇത് കേട്ട് നിധി
നിധി പറയണ സുധീഷ് ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ കാലി പിടിക്ക്. അപ്പൊ സുധീഷ് പറയണ ഓ ഞാൻ വളവളാന്ന് സംസാരിക്കുകയാണല്ലേ, നിധി കേറ്, വെറുതെ സമയം കളയാതെ. ഇത് കേട്ട് നിധി ചെരിപ്പൂരി കയ്യിലേക്ക് എടുക്കുമ്പോൾ ഭയത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു നിധി എന്തായി ചെയ്യുന്നത്? അപ്പൊ നിധി പറയണ അകത്തേക്ക് ഇടാനാ. അങ്ങനെ നിധി കിടക്കൂടിന്റെ മുറ്റത്തേക്ക് തന്റെ ചെരുപ്പ് എറിയുകയാണ്. ഗേറ്റിന്റെ അരികിലേക്ക് നിന്ന് നിധി പറയുന്നു സുധീഷ് ഹെൽപ്പ് ചെയ്. അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കാലിൽ പിടിച്ചു പൊക്കുകയാണ്. നിധി പാടുപെട്ട് ഗേറ്റിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു നിധി ഓക്കെ ആണോ? ടെൻഷനോടുകൂടി താഴേക്ക് നോക്കി നിധി പറയുന്നു സുധീഷ് പേടിയാവുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ് എന്താ നിധി ഇത്, ദാ ഞാൻ വരുന്നു. അങ്ങനെ സുധീഷും ഗേറ്റിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. നിധി പറയുന്നു സൂക്ഷിച്ചു വേണം സുധീഷ്. അപ്പൊ സുധീഷ് പറയണ നിധി അങ്ങനെ തന്നെ ഇരിക്കെ, ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് നിധിയെ ഇറക്കാം, പേടിക്കാതെ ഇരിക്കെ. ഇത് കേട്ട് നിധി മൂളുമ്പോൾ സുധീഷ് ഗേറ്റിൽ നിന്നും കിളിക്കൂടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. നിധി പറയുന്നു സുധീഷ് എന്നെ പിടിക്ക്, സൂക്ഷിച്ച് പതിയെ ഇറങ്ങെന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ താഴേക്ക് ഇറക്കുകയാണ്. ചെരുപ്പെടുത്തിട്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ സുധീഷ് എങ്ങനാ ഇത്ര ഈസി ആയിട്ട് ഗേറ്റ് ചാടിയത്? അപ്പൊ സുധീഷ് പറയണ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണെന്ന്. പുറത്ത് വെച്ച് എന്താ പറഞ്ഞത്? ഞാൻ അകത്തേക്ക് ചാടി നിധിയെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഗേറ്റിന് മുകളിൽ തന്നെ ഇരുന്നേനെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇത് കേട്ടൊന്ന് പതറി നിധി പറയണ വാ നമുക്ക് പോകാം. അങ്ങനെ ചുറ്റും നോക്കി കിളിക്കൂടിന്റെ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധിയും സുധീഷും അകത്തേക്ക് കയറാനായി ശ്രമിക്കുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷ് നമ്മൾ എങ്ങനെ ഈ സീല് വെച്ച വീടിന്റെ അകത്ത് കയറുക? അപ്പൊ സുധീഷ് പറയുകയാണ് നിധി നമുക്ക് പിന്നിലത്തെ കഥകിന്റെ അരികെ ചെന്ന് നോക്കിയാലോ? അപ്പൊ നിധി പറയുന്നു അന്നേ പിന്നിലത്തെ കഥകിലും സീല് വെച്ചല്ലോ അവര്. ഇതിയുടെ സുധീഷ് പറയുകയാണ് അതറിയാം, പിന്നിലൂടെ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടി വീടിന്റെ പിന്നിലേക്ക് പോവുകയാണ്. പിന്നിലത്തെ വാതിലും ജനലും ഒക്കെ തള്ളി തുറക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. ഇതുകൊണ്ട് നിധി ചോദിക്കുന്നു സുധീഷ് എന്തായി ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ് ഇതൊക്കെ സ്ട്രോങ് ആണെന്ന് നോക്കിയതാ നിധി, കാണുന്നത് പോലെയല്ല നല്ല സ്ട്രോങ് ആ. നിധി ചോദിക്കുന്നു നമ്മളിപ്പോ എന്താ ചെയ്യുക? ചുറ്റും നോക്കുന്ന സുധീഷ് കാണുകയാണ് അവിടെ മതിലിൽ ചാരി വെച്ചിരിക്കുന്ന ഏണി. സുധീഷ് പറയുന്നു നിധി അത് കണ്ടോ? അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് കണ്ട് നിധി പറയുകയാണ് അത് വേസ്റ്റ് അല്ലേ, അത് വെച്ച് എന്ത് ചെയ്യാനാ? സുധീഷ് ചോദിക്കുന്നു എന്ത് വേസ്റ്റോ? അതെടുത്ത് എന്റെ തലയിലേക്ക് ഇട്. എന്താ നിധി ഇത് വേസ്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? താഴേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്ക്, അവിടെ ഇരിക്കുന്ന ഏണി കണ്ടില്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ് ഓ ഏണി നോക്കാനാണോ പറഞ്ഞത്? ഞാനോർത്തു ആ വേസ്റ്റിലേക്ക് നോക്കാനാ പറഞ്ഞതെന്ന്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് നിധിയുടെ കാര്യം കഷ്ടമാണല്ലോ, നിധി ശരിക്കും ആർക്കിടെക്റ്റിനൊക്കെ പഠിച്ചായിരുന്നോ? നിധി ചോദിക്കുന്നു ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല വാ നമുക്ക് ഏണി എടുക്കാന്ന് പറഞ്ഞ് സുധീഷ് ഏണിയുടെ അരികിലേക്ക് ഓടിപ്പോകുകയാണ്. നിധിയും പിന്നാലെ ഓടിപ്പോകുന്നു. ചുറ്റും നോക്കിയിട്ട് അവിടെ നിന്ന് കയറും എടുക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു ഇത് വെച്ച് എന്ത് ചെയ്യാനാ സുധീഷ്? കയറൊക്കെ എടുത്ത് ഏണിയുമായി കിളിക്കൂടിന്റെ അരികിലേക്ക് വന്ന് ചാരി വെക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു ഈ ഏണി വെച്ച് എന്ത് ചെയ്യാനാ സുധീഷ്? നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ് ഈ ഏണിയിൽ കയറി ജീവിതത്തിൽ മുന്നേറാമെന്ന് വിചാരിച്ചു. നിധി ചോദിക്കുന്നു എന്താ എന്നെ പരിഹസിക്കുകയാണോ? അപ്പൊ സുധീഷ് പറയുകയാണ് മുന്നിലത്തെ വഴിയിലൂടെ അകത്ത് കയറാൻ പറ്റില്ല, പിന്നിലത്തെ വഴിയിലൂടെ അകത്ത് കയറാൻ പറ്റില്ല, പിന്നെയുള്ള ഒരേ ഒരു വഴി ഓടിളക്കി അകത്ത് കയറുക എന്നുള്ളതാ. നിധി ചോദിക്കുന്നു അയ്യോ ഓടിളക്കണോ? അപ്പൊ സുധീഷ് പറയണ പിന്നെന്താ ചെയ്യുക? ഈ വീട് ഓടിട്ട വീടായത് നന്നായി, ഇല്ലെങ്കിൽ ഈ വീടിനകത്ത് കയറാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ട് നിധി പറയണ എനിക്ക് പേടിയാവുന്നു സുധീഷ്. അപ്പൊ സുധീഷ് പറയണ ഐഡിയ പറഞ്ഞു തരുമ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ. നിധി ചോദിക്കുന്നു സുധീഷ് എന്തിനാ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ സുധീഷ് പറയണ കുറ്റപ്പെടുത്തിയതല്ല നിധി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിധി വീടിന്റെ മുകളിലേക്കൊന്നും കയറണ്ട, ഞാൻ ഓടിളക്കി അകത്ത് കയറിക്കോളാം, നിധി ഈ ഏണി പിടിച്ചാൽ മാത്രം മതി. നിധി ചോദിക്കുന്നു സുധീഷ് അകത്ത് കയറി എവിടെയൊക്കെ അന്വേഷിക്കും? അപ്പൊ സുധീഷ് പറയുകയാണ് എന്ത് ചോദ്യമായത് നിധി? അലമാരിയില്, കിച്ചണില്, പിന്നെ കുറെ പെട്ടികൾ ഇരിപ്പില്ലേ അതിനകത്ത്, എല്ലായിടത്തും അന്വേഷിക്കാം. നിധി ചോദിക്കുന്നു അതുവരെ ഞാൻ എന്ത് ചെയ്യും? സുധീഷ് ചോദിക്കാണ് എങ്കിൽ പിന്നെ ഞാൻ നിധിയെ തക്കലയിലുള്ള വീട്ടിലാക്കട്ടെ. സുധീഷ് എന്താ വട്ടാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അറിയാലോ, പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കെ, ഞാൻ അകത്ത് കയറി അന്വേഷിച്ചിട്ട് വരാം. കൊതുകിനെ കൊന്നോണ്ടി നിൽക്കുന്ന നിധി പറയുകയാണ് എന്നെ കൊതുക് കടിക്കും. അപ്പൊ സുധീഷ് പറയുകയാണ് എങ്കിൽ പിന്നെ എല്ലാ കൊതുകിനെയും നമുക്ക് കൊല്ലാം, അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. കൊതുകടി കൊള്ളാൻ വയ്യെങ്കിൽ വിൽപത്രം വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് പോകാം. നിധി ചോദിക്കുന്നു സുധീഷ് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ഞാനും മുകളിലേക്ക് കയറി വരാം. സുധീഷ് പറയുകയാണ് എങ്കിൽ വാ. അങ്ങനെ സുധീഷ് ഏണിയൊക്കെ നേരെ വെച്ച് നിധിയോട് പറയുന്നു ഞാൻ ആദ്യം കയറാം, ഏണി നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം, ഞാൻ മുകളിലെത്തിയിട്ട് നിധി മുകളിലേക്ക് കയറി വന്നാൽ മതി. ശരിയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് മുകളിലേക്ക് കയറി ഇരിക്കുകയാണ്. ഭഗവാനെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് നിധിയും പതിയെ ഏണിയിലേക്ക് കയറുകയാണ്. സുധീഷ് പറയുന്നു നിധി സൂക്ഷിച്ച് നോക്കി കയറണം. നിധി പറയുന്നു സുധീഷ് എനിക്ക് പേടിയാവുന്നു. ചുറ്റും നോക്കി സുധീഷ് പറയുകയാണ് നിധി ഇങ്ങനെ ബഹളം വെച്ച് ആളുകളെ ഉണർത്തരുത്, പതിയെ കയറി വാ. ആരെങ്കിലും വരുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ആരും വരത്തില്ല നിധി, ധൈര്യമായിട്ട് കയറി വാ. അപ്പൊ നിധി പറയുകയാണ് സുധീഷ് ഏണി ആടുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ് താഴെ നിൽക്കാൻ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല, മേടി കയറി വരാൻ പേടിയും, നിധി പതിയെ കയറി വാ. അപ്പൊ നിധി പറയുകയാണ് സുധീഷ് ഒന്നും മിണ്ടാതിരിക്കോ, ഞാൻ വന്നോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നിധി മുകളിലേക്ക് കയറി വരുമ്പോൾ സുധീഷ് കൈ നീട്ടുകയാണ്. സുധീഷിന്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് നിധി. നിധിയുടെ കൈ പിടിച്ച് പതിയെ
ഓടിന്റെ മുകളിലൂടെ നടക്കുകയാണ് സുധീഷ്. നിധി പതിയെ വരണം, ഈ ലൈനിലൂടെ തന്നെ വരണേ, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. നിധി ഇരിക്കാൻ പറ്റുമോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ധൈര്യമായിട്ടിരിക്കും നിധി. അങ്ങനെ സുധീഷും നിധിയും പതിയെ ഓടിന്റെ മുകളിലേക്ക് ഇരിക്കുകയാണ്. ഭയത്തോടുകൂടി നിധി ചോദിക്കുന്നു, സുധീഷ് ഇതൊക്കെ ഈ വീട് താങ്ങോ, അതോ ഈ ഓട് പൊളിഞ്ഞ നമ്മൾ താഴെ വീഴുമോ? തലയിൽ കൈവച്ച് സുധീഷ് ചോദിക്കണ നിധി എന്ത് ആർക്കിടെക്റ്റാ, ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലെങ്ങനാ, എന്നെ പോലെ ഇങ്ങനെ ധൈര്യമായിട്ടിരിക്കണം. നിധി ചോദിക്കുന്നു, സുധീഷ് ഒരു ആർക്കിടെക്റ്റിന് ഇതുമായി എന്ത് ബന്ധം ആടെ ഉള്ളത്? അതൊക്കെ ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ലേ ഇതൊക്കെ. സുധീഷ് പതിയെ ഓടെടുത്ത് മാറ്റുകയാണ്. നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഈ ചെയ്യുന്നേ? ഇത് പിടിക്കെന്ന് പറഞ്ഞ് ഒരു ഓടെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിധി ചോദിക്കുമ്പോൾ നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ് അത് വെച്ചെന്റെ തലക്കടിക്ക്. നിധി ഓട് വെച്ച് അടിക്കാനായി വരുമ്പോൾ പിന്നിലേക്ക് മാറി സുധീഷ് ചോദിക്കണ് നിധി എന്തായി ചെയ്യുന്നേ? അപ്പൊ നിധി പറയുകയാണ് സുധീഷല്ലേ പറഞ്ഞത് ഈ ഓട് വെച്ച് തലക്കടിക്കാൻ. സുധീഷ് ചോദിക്കുന്നു ഈ സമയത്താണോ കോമഡി ചെയ്യുന്നത്? വിവരമില്ലേ നിധിക്ക്? എന്തെങ്കിലും പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്തോണം. ആ ഓട് അവിടെ വെക്ക്. ഇത് കേട്ട് നിധി ഓട് അവിടേക്ക് വെക്കുമ്പോൾ സുധീഷ് അടുത്ത ഓട് ഇളക്കുകയാണ്. കുറച്ച് ഓടുകൾ എടുത്തു മാറ്റി സുധീഷ് പറയുന്നു ഇത് മതി, ഇനിയും കയറ് കെട്ടി ഞാൻ അകത്തേക്ക് ഇറങ്ങാം. നിധി ചോദിക്കുന്നു എങ്ങനെ ഈ കയറിൽ പിടിച്ച് താഴേക്ക് ചാടുക? അപ്പൊ സുധീഷ് പറയണ നിധി താഴേക്ക് ചാടണ്ട, ഞാൻ പോയിട്ട് വരാം. നിധി ഇവിടെ തന്നെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കണം. നിധി ചോദിക്കുന്നു ഞാൻ താഴെ വീണാലോ? അപ്പൊ സുധീഷ് പറയണ അങ്ങനെയൊന്നും താഴെ വീടില്ല നിധി. ഭയത്തോടുകൂടി നിധി ചോദിക്കുന്നു സുധീഷ് തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും? അപ്പൊ സുധീഷ് പറയണ നിധി ഞാൻ എന്താ തിയേറ്ററിൽ സിനിമ കാണാൻ പോവുകയാണോ? സമയമൊക്കെ പറഞ്ഞിട്ട് പോകാൻ വിൽപത്ര അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുത്തോണ്ട് വരും. അതുവരെ നിധിക്ക് ബോറടിക്കുകയാണെങ്കിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും. ആകാശത്തേക്ക് നോക്കി നിധി പറയുകയാണ് നക്ഷത്രങ്ങളോ? 1 2 3. താനയിൽ കൈവച്ച് സുധീഷ് പറയുകയാണ് ഇപ്പോഴേ തുടങ്ങിയോ? ഇപ്പോഴേ നക്ഷത്രങ്ങൾ എണ്ണാനല്ല പറഞ്ഞത്, ഞാൻ അകത്ത് ചെന്നതിന് ശേഷം എണ്ണാനാ പറഞ്ഞത്. പറഞ്ഞ ഉടനെ എണ്ണാൻ തുടങ്ങിയോ? ഇതിനാണോ ഓടിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? സുധീഷ് അല്ലേ പറഞ്ഞത് നക്ഷത്രങ്ങൾ എണ്ണാനെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് പറഞ്ഞാലുടനെ ചെയ്യുന്ന ഒരാള് ഹെൽപ്പ് ചെയ്യാൻ വന്ന് എന്നെ ടോർച്ചർ ചെയ്യുകയാണോ? നിധി ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോകുക, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണം, സിഗ്നൽ തന്നാ മതി. ഇത് കേട്ട് നിധി പറയുന്നു ശരി സുധീഷ് സൂക്ഷിച്ച്. സൂക്ഷിച്ചോടാന്ന് പറഞ്ഞ് സുധീഷ് കയറിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഭയത്തോടുകൂടി നിധി പറയുന്നു സുധീഷ് പതിയെ. സുധീഷ് പതിയെ താഴേക്ക് വീഴുമ്പോൾ നിധി പറയുന്നു സുധീഷ് സൂക്ഷിച്ച്, എന്തെങ്കിലും പറ്റിയോ? അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് പറയണ ഒന്നുമില്ല നിധി പേടിക്കണ്ട, കാലൊന്ന് ഇടിച്ചതേ ഉള്ളൂ. അപ്പൊ നിധി പറയണ പെട്ടെന്ന് വെൽപ്പത്തരം കണ്ടുപിടിക്കാൻ നോക്ക്, കാലിടിച്ചതൊക്കെ പിന്നെ നോക്കാം, അന്വേഷിക്കാന്ന് പറഞ്ഞ സുധീഷ് ചുറ്റും നോക്കുമ്പോൾ നിധി പറയണ സുധീഷ് ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് പോയി അന്വേഷിക്ക്, ഈ ഭാഗത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് സുധീഷ് ഒരു റൂമിലേക്ക് പോവുകയാണ്. അവിടെ പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എവിടെ അന്വേഷിക്കാന്ന് പറഞ്ഞ് സുധീഷ് കവറിലും ചാക്കിലും ഒക്കെ നോക്കുകയാണ്. നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ഒരു വലിയ ചാക്ക് കെട്ടെടുത്തോണ്ട് നിധിക്ക് കാണാവുന്ന രീതിയിൽ വന്നു നിന്ന് അതിലുള്ള പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ശേഷം ആ ചാക്ക് കെട്ട് കൊണ്ടുവച്ചിട്ട് അരിയിരിക്കുന്ന പാത്രം എടുത്തോണ്ട് വരികയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു സുധീഷ് എന്തിനാ അരിയിരിക്കുന്ന പാത്രമൊക്കെ എടുത്തോണ്ട് വന്നത്? അതിനകത്താണോ വിൽപത്രം ഇരിക്കുന്നത്? എന്താ സദ്യ ഉണ്ടാക്കി കഴിക്കാൻ പോവാണോ? വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്ക്. ഞാൻ എവിടെ അന്വേഷിക്കാന്ന് പറഞ്ഞ് അരിയിരിക്കുന്ന പാത്രം കൊണ്ട് വെക്കുകയാണ് സുധീഷ്. സുധീഷ് എവിടെ പോയെന്ന് നിധി ഉറക്കെ ചോദിക്കുമ്പോൾ അവിടെ കൂടി വന്ന് സുധീഷ് പറയണ ഞാൻ ഇങ്ങും പോയില്ല നിധി ഇവിടെ തന്നെ ഉണ്ട്. നിധി പറയുകയാണ് ആലോചിക്കാൻ സമയമില്ല, പെട്ടെന്ന് വിൽപത്രം കണ്ടുപിടിക്കും. ശരി നോക്കാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണ സുധീഷ് അതെന്റെ റൂമാ, അവിടെ ഒരു വിൽപത്രം ഇരിപ്പില്ല. ഇത് കേട്ട് സുധീഷ് അടുത്ത റൂമിൽ കയറി വിൽപത്രം അന്വേഷിക്കുകയാണ്. പെട്ടികളൊക്കെ തുറന്നു നോക്കുന്ന സുധീഷ് പറയണ ഈ വീട്ടില് എന്തെല്ലാം പേപ്പേഴ്സ് ഉണ്ട്, ആ വിൽപത്രം മാത്രമില്ല. തുടർന്ന് നിധിക്ക് കാണത്തക്ക രീതിയിൽ ഒരു പെട്ടി എടുത്തോണ്ട് വന്ന് അതിനകത്ത് അന്വേഷിക്കുകയാണ് സുധീഷ്. അതിനകത്ത് എന്താ അന്വേഷിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധിയെ കൂടെ താഴെ ഇറക്കേണ്ടതായിരുന്നു, അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിധി ആ വിൽപത്രം ഇതിനകത്തെങ്ങും ഇല്ല. അപ്പൊ നിധി പറയുകയാണ് മുകളിലിരുന്ന് നോക്കുന്ന എനിക്ക് തന്നെ അറിയാലോ അതിനകത്തില്ലാന്ന്. സുധീഷ് എവിടെയെങ്കിലും പോയി അന്വേഷിക്ക്, ടൈം വേസ്റ്റ് ചെയ്യല്ലേ, ആരെങ്കിലും വരും. ഇത് കിട്ടി സുധീഷ് കിച്ചണിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ് കിച്ചന്റെ അകത്ത് എന്ത് അന്വേഷിക്കുക, വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. സുധീഷ് TV ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് വിൽപത്രം അന്വേഷിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി നിധി പറയുകയാണ് എടാ പൊട്ടാ അവിടെ എന്താ അന്വേഷിക്കുന്നത്, മര്യാദക്ക് എവിടെയെങ്കിലും അന്വേഷിച്ചോ നിങ്ങള്? ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു നിധി മുകളിലിരുന്ന് എന്നെ വാടാ പോടാന്നൊക്കെ വിളിച്ചോ? അപ്പൊ നിധി പറയുകയാണ് ഇല്ലല്ലോ, എനിക്ക് കേട്ടതുപോലെ തോന്നിയല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് സുധീഷ് ഞാൻ സുധീഷിനെ അങ്ങനെയൊക്കെ വിളിക്കോ? അപ്പൊ സുധീഷ് പറയണ ദേ നോക്ക് നിധി മുകളിലിരുന്ന് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ ഞാൻ അകത്ത് തന്നെ ഇരിക്കും. അപ്പൊ നിധി പറയണ സുധീഷ് ഇങ്ങനെ സംസാരിച്ച് സമയം കളയുകയാണെങ്കിൽ ഞാനും അകത്തേക്ക് ചാടും. അപ്പൊ സുധീഷ് പറയണ അയ്യോ വേണ്ട, മുകളിൽ ഇരുന്നിട്ട് തന്നെ താങ്ങാൻ പറ്റുന്നില്ല, അപ്പോഴാ താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത്. അതൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നാ മതി. അപ്പൊ നിധി പറയുകയാണ് സമയം കളയാതെ അന്വേഷിക്കും സുധീഷ്. അങ്ങനെ ഒരു ഓടെടുത്ത് താഴേക്ക് ഇടുകയാണ് നിധി. ഞെട്ടി സുധീഷ് ചോദിക്കണ എന്താ നിധി ഇത്, എന്റെ തലയിലേക്ക് ഓടിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണോ? അപ്പൊ നിധി പറയണ ഇപ്പൊ ഞാനൊരു ചെറിയ ഓട താഴെ കിട്ടത്, വെറുതെ സമയം കളഞ്ഞാൽ ഞാൻ വലിയൊരു ഓട് തലയിലേക്ക് ഇടും. അകത്ത് എന്തൊക്കെയോ പെട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞത്, അതെല്ലാം പോയി നോക്ക് സുധീഷ്. ശരി ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് റൂമിലെ
ഇരിക്കുന്ന പെട്ടികളെല്ലാം എടുത്ത് തുറന്നു നോക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി ചോദിക്കുന്നു, സുധീഷ് കിട്ടിയോ? ക്ഷീണത്തോടുകൂടി സുധീഷ് പറയുന്നു, നിധി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് സുധീഷിന് ഒരു പെട്ടിയിൽ നിന്നും ചെറിയൊരു കവർ കിട്ടുകയാണ്. എന്തായിരിക്കും ഇതിനകത്തെന്ന് പറഞ്ഞ് സുധീഷ് ആ കവർ തുറന്നു നോക്കുമ്പോൾ വിൽപത്രം കാണുകയാണ്. നിധി ചോദിക്കുന്നു, സുധീഷ് എന്തായി? ഇത്രയും നേരമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് ആ വിൽപത്രം നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ സുധീഷ്, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, അകത്ത് എന്ത് ചെയ്യുവാ? ഓടി വന്ന് സുധീഷ് പറയുന്നു, നിധി ഇവിടെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അത് കണ്ടിട്ട് വിൽപത്രം പോലെ ഉണ്ട്. അപ്പൊ നിധി പറയുകയാണ്, എന്തേ കാണിച്ചേ? സുധീഷ് ആ വിൽപത്രം നിധിയെ കാണിക്കുകയാണ്. നന്നായി കാണിക്കുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ദേ നോക്ക്. അപ്പൊ നിധി പറയുന്നു, അത് കണ്ടിട്ട് വിൽപത്രം പോലെയാ തോന്നുന്നത്. ശരി സുധീഷ് പെട്ടെന്ന് മുകളിലേക്ക് കയറി വാ. ദാ വരുന്നു എന്ന് പറഞ്ഞ് ആ വിൽപത്രം കവറിലേക്ക് വെച്ച് അതുമായി സുധീഷ് കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരികയാണ്. നിധി പറയുന്നു, സൂക്ഷിച്ചു സുധീഷെ. തുടർന്ന് സുധീഷ് ഓടിന് മുകളിലേക്ക് കയറിയിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് വിൽപത്രം കിട്ടിയോ? ഇത് അത് തന്നെയല്ലേ? ഞാനെന്ത് നോക്കട്ടെ. സുധീഷ് ആ കവറ് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വിൽപത്രം എടുക്കുന്ന നിധി പറയുകയാണ്, ഇത് അതേ വിൽപത്രം തന്നെ ആയിരിക്കണേന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ നിധി. നിധി നോക്കെന്ന് പറഞ്ഞ് സുധീഷ് ഓടൊക്കെ ശരിക്കു വെക്കുകയാണ്. ആ വിൽപത്രം വായിച്ചു നോക്കി സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, സുധീഷ് ഇത് ആ വിൽപത്രമാ. സൂപ്പർ സുധീഷ്. സന്തോഷത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, ശരിക്കും ഇത് ആ വിൽപത്രം തന്നെയാണോ? അപ്പൊ നിധി പറയണ, അതെ സുധീഷേ. അപ്പൊ സുധീഷ് പറയുന്നു, ശരി അത് സൂക്ഷിച്ചു വെക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അങ്ങനെ ഓടൊക്കെ എടുത്തു വെച്ച് സുധീഷ് പറയണ, എല്ലാം എടുത്തു വെച്ചു, നമുക്ക് ഇവിടെ നിന്ന് പോകാൻ നിധി, പെട്ടെന്ന് വേണം. അങ്ങനെ സുധീഷ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് വീഴാനായി തുടങ്ങുകയാണ്. ഞെട്ടി സുധീഷ് എന്ന് വിളിച്ച് കയ്യിൽ കയറി പിടിച്ച് നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ഇത്? ടെൻഷനോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, ജസ്റ്റ് മിസ്, വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? സുധീഷ് ഓക്കെ അല്ലേ? സുധീഷ് ഒന്നും മിണ്ടാതെ നിധിയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിധി ചോദിക്കാണ്, സുധീഷ് ഓക്കെ അല്ലേന്ന്? ഒന്നും മന്ത്രി സുധീഷ് പറയുന്നു, ഞാൻ ഓക്കെ നിധി. അപ്പൊ നിധി പറയുകയാണ്, സൂക്ഷിച്ചു വാ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ആ സൂക്ഷിച്ച്. നിധി എന്റെ കയ്യിൽ പിടിച്ചോണേ. അപ്പൊ നിധി പറയുകയാണ്, ശരി വാ. സുധീഷിനെ വിശ്വസിച്ച് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കയ്യിൽ പിടിച്ച് പതിയെ താഴേക്ക് ഇറങ്ങാനായി ശ്രമിക്കുകയാണ് നിധിയും സുധീഷും. ഈ സമയം ഒരാളെയും കൂട്ടി ഗേറ്റിന്റെ അരികിലേക്ക് വരികയാണ് ഗംഗാധരൻ. നിധിയും സുധീഷും ഏണിയിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. ശേഷം അവർ ഏണിയെടുത്ത് മാറ്റിവെച്ച് വിൽപത്രവുമായി ഗേറ്റിന്റെ അരികിലേക്ക് നടന്നു വരുമ്പോൾ സുധീഷ് കേൾക്കുകയാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം. എന്തുപറ്റി സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഗേറ്റ് തുറക്കുന്ന ശബ്ദം പോലെ തോന്നിയില്ലേ? അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഗംഗാധരൻ ഗേറ്റ് തുറക്കുകയാണ്. നിധി വാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കയ്യിൽ പിടിച്ച് പറമ്പിലേക്ക് ഓടി പോവുകയാണ്. അവർ ഒരു മരത്തിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നു. ടോർച്ചടിച്ച വീടിനകത്തേക്കും പറമ്പിലേക്കും ഒക്കെ നോക്കുകയാണ് ഗംഗാധരൻ. ശേഷം ഗംഗാധരൻ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് നോക്കണം, ഇല്ലെങ്കിൽ പൂട്ട് പൊളിച്ച് അവന്മാർ ഇതിനകത്ത് കയറും. എടോ താൻ പോയി വീടിന്റെ പിന്നിലൊക്കെ നോക്കിയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. ഇത് കേട്ട് ഗംഗാധരന്റെ കൂടെയുള്ള ആൾ വീടിന്റെ പിന്നിലേക്ക് പോവുകയാണ്. സുധീഷ് പതിയെ നിധിയോട് ചോദിക്കുന്നു, ഇയാൾ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ നിധി പറയണ, അറിയില്ല സുധീഷ്, എന്തോ കടിക്കുന്നുണ്ട് സുധീഷ്. അങ്ങനെ നിധി കരയാനായി തുടങ്ങുമ്പോൾ വാപത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഒന്നുമില്ല, ഉറുമ്പായിരിക്കും, അയാൾ ഇപ്പൊ പോകും. നിധി സുധീഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിധിയെ ചേർത്ത് പിടിച്ച് ടെൻഷനോടുകൂടി ഗംഗാധരനെ നോക്കുകയാണ് സുധീഷ്. തുടർന്ന് ഗംഗാധരൻ ചോദിക്കുന്നു, എടോ നന്നായി നോക്കിയോ? ഇവിടെങ്ങും ആരുമില്ലല്ലോ. അയാൾ പറയുന്നു, നന്നായി നോക്കി, ഇവിടെങ്ങും ആരുമില്ല. ശരി ശരി വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി ഗംഗാധരൻ അവിടെ വന്ന് പോവുകയാണ്. ഗേറ്റിന്റെ അരികിലേക്ക് വന്ന ഗംഗാധരൻ പറയുകയാണ്, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഗേറ്റ് ചാടി അകത്ത് കയറും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയേ പറ്റൂ. അങ്ങനെ അവർ ഗേറ്റ് അടച്ച് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, സമാധാനമായി, അവര് പോയി നിധി, നമുക്ക് പോകാം. അങ്ങനെ അവർ ഗേറ്റിന്റെ അരികിലേക്ക് വരികയാണ്. നിധി ചെരുപ്പൂരി ഗേറ്റിനപ്പുറത്തേക്ക് എറിയുന്നു. സുധീഷ് പറയുന്നു, നിധി ഇവിടെ നിൽക്ക്, ഞാൻ ആദ്യം കയറാം, എന്നിട്ട് നിധിയെ പിടിച്ചു കയറ്റാം. ഇത് കേട്ട് നിധി പറയുന്നു, ശരി സൂക്ഷിച്ചു വേണം സുധീഷ്, എന്നെ പിടിക്കണേ. സുധീഷ് ഗേറ്റിന് മുകളിലേക്ക് കയറിയിരുന്ന നിധിയെ പിടിച്ചു കയറ്റുകയാണ്. ഗേറ്റ് ചാടി ഇറങ്ങുന്ന സുധീഷ് നിധിയെയും പിടിച്ച് താഴേക്ക് ഇറക്കുന്നു. തുടർന്ന് നിധിയും സുധീഷും ഓടിപ്പോയി കാറിൽ കയറി ഇരിക്കുകയാണ്. നിധി പറയുന്നു, സുധീഷ് അതിങ്ങോട്ട് തന്നെ. സുധീഷ് ആ വിൽപത്രം നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി ഇത് വായിച്ചു നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി എല്ലാം കറക്റ്റ് ആണോ? സന്തോഷത്തോടു കൂടി നിധി പറയുകയാണ്, നിങ്ങളുടെ അച്ഛനാണ് ഈ വീടെന്ന് വിൽപത്രത്തിൽ വ്യക്തമായിട്ടുണ്ട്. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് തന്നെ. അങ്ങനെ സുധീഷ് അത് വായിച്ചു നോക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുകയാണ്, നമ്മുടെ വീട് നമ്മുടെ പേര് തന്നെയായിരുന്നു, ഇതറിയാതെ നമ്മൾ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങൾക്കൊക്കെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങളുടെ പേരിലുള്ള വീടിന്റെ വിൽപത്രം കയ്യിൽ വെച്ചോണ്ട് വീടില്ലാതെ അലയേണ്ടി വരുമായിരുന്നു. വണ്ടി എടുക്ക്. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് വണ്ടി എടുക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് നിധിയും സുധീഷും വളരെ സന്തോഷത്തോടു കൂടി ഹോട്ടലിലേക്ക് വരികയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്